ഫ്രണ്ട്സ് നമസ്കാരം, ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലിസ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലിസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരാണ് ഗസ്റ്റുകൾ. ഇവരൊന്ന് ഫിഷിങ് കാണാൻ വേണ്ടി തന്നെയാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഏകദേശം ഒരു 700 ഗ്രാമോളമുണ്ട്. വളർത്താണ് നല്ല അടിപൊളി. ടൂണിൻ്റെ രണ്ടാമത്തെ കാസ്റ്റിൽ തന്നെ രണ്ടാമത് മിനിറ്റ് അടിച്ചാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുമാതിരി അധികം എഡിറ്റിങ്ങിലാണ്ട് നേരെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടാകും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഒരു ജെന്യുവൻ ഫിഷിങ്ങിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കാണാൻ ഇപ്പം സ്പീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആദ്യത്തെ മീനടിച്ചേട്ടാ. V6 പൊട്ടിച്ചിട്ട് പോയി. സൈഡ് വലിക്കണോട്ടെ, സൈഡിൽ സ്ഥിരം ആലും ഈ സൈഡ് ഈ പണ്ടാരത്തിന് മുമ്പിൽ എപ്പോഴും ഉണ്ടാവും വെട്ടണേക്ക. എഴുതണ്ടോ ഇത് തന്നെ പൊട്ടിച്ചുണ്ട് വേണം. കൊണ്ട് പോയി. പിന്നെ അതിനടിക്കൂല പോയത്. പക്ഷെ നല്ല മീനായിരുന്നു. നല്ല വെട്ടും വീസിപ്പോയില്ലേ. ഇത് പൊട്ടാത്ത ഫ്രൈഡല്ലേ? അത്യാവശ്യം മുറിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്രാലുണ്ടാവും. ഞങ്ങളുടെ അറിയും ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ചൂണ്ട ഞങ്ങളെ മാറ്റിയിട്ടേക്ക്. ഏയ് നീ അത് എറിഞ്ഞോ, പോട്ടണേ നീ എറിഞ്ഞോടെ. ഫോണെ പോട്ടെ, ഇപ്പൊ കണ്ടല്ലേ. അപ്പോൾ നമ്മുടെ V6 പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചപ്പി എടുക്കലായിരുന്നു. 4Xൻ്റെ ഫ്രൈഡ്, 40 LBയുടെ ഫ്രൈഡാണ് പൊട്ടിച്ചിട്ട് പോയത്. പന്നി എന്തൊരു മീനാണെന്ന് പോലും മനസ്സിലായില്ല. എന്താ അടി അടിച്ചതെന്ന്. ഇങ്ങനെ വന്ന് ചുമ്മാ ഇങ്ങനെ ചപ്പി എടുത്തിട്ട് പോയത്. ആ ഒറ്റ പോക്കിൽ പോയി. നല്ല തടിയുള്ള തന്നെ, നല്ല തിക്നെസ് ഉള്ള ഫ്രൈഡാണ്. വേറെ ചെയ്ത് പോട്ടെ, പോയത് പോയി. അപ്പോൾ നമ്മുടെ റെഡ് V6 പൊട്ടിച്ചിട്ട് പോയി. അതിന് പകരം ടൂൺ ഫ്രോഗിനെ ഇറക്കിയിട്ട ഫസ്റ്റ് കാസ്റ്റ്. വലി വലിച്ച് നിർത്തിയപ്പോഴാണ് അടിച്ചത്. വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പഴെടുത്തില്ലടാ വീഡിയോ സ്റ്റോപ്പ്. അപ്പോഴേ നമ്മുടെ ഫേവറേറ്റ് സാധനം ടൂൺ ഫ്രോഗിനെ ഇറക്കേണ്ടെന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങാട് പോണേണ് ഞാനറിയട്ടെ. ആ സൈഡ് വഴി വലിക്കും. ഇപ്പുറത്തോട്ടൊന്നും വലി, ഇപ്പുറത്തൊന്നും വലി. പുല്ലിനെ മുട്ടിച്ച് വലിക്കടാ.
ഈ പയ്യനല്ലേ അവിടെ വരുമ്പോൾ ആ പറ്റ എവിടെയെങ്കിലും കയറി നിൽപ്പുണ്ടാവും നേരത്തെ പോലെ. വലിച്ചോ, അത്രയും കുറക്കണ്ട. ഓണല്ലേ തലക്കിട്ട് കൊടുക്കല്ലേ, തലക്കെറിഞ്ഞാൽ അതിൻ്റെ പാട്ടിന് പോവും. ടൂൺ ഫ്രോഗ് ഇറക്കി രണ്ടാമത്തെ കാസ്റ്റിലാണ്. അപ്പോൾ അതേ നമ്മൾ ടൂൺ ഫ്രോഗ് ഇറക്കി രണ്ടാമത്തെ കാസ്റ്റിൽ രണ്ടാമത്തെ മീനിട്ടാ. ഇതാണ് ടൂൺ ഫ്രോഗിൻ്റെ പ്രത്യേകത. ഇട്ടാ മീൻ അടിച്ചിരിക്കും, ഉണ്ടെങ്കിൽ അടിച്ചിരിക്കും. ലുക്കാനയുടെ ഫ്രോഗാണ്ട 250 രൂപയുള്ളൂ. അടിച്ചാ ആ നിൽക്ക് അടുത്ത ഞാൻ പറഞ്ഞിട്ട് അറിയാം. ഇതാണ് മീനിട്ടാ. ഏകദേശം ഒരു 700 ഗ്രാമോളുണ്ട്. വളർത്താണ് നല്ല അടിപൊളി. ടൂണിൻ്റെ രണ്ടാമത്തെ കാസ്റ്റിൽ തന്നെ രണ്ടാമത്തെ മീനിട്ടാ. ഇത്രയും നേരം പണ്ടാറ് അടിക്കണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഹാപ്പി അല്ലേ? റോഡ് നോക്കി പിടിച്ചേ. നമ്മുടെ സർവീസ് ചെയ്ത് റീലിൽ കിട്ടിയേട്ടാ. ഓക്കെ, ഒന്നുകൂടി കാസ്റ്റ് ചെയ്തോട്ടെ. ആണ് മീനിട്ടാ. അല്ലടാ ആ സൈഡ് വലിച്ചോടാ. ഞാൻ പുല്ലിൻ്റെ സൈഡ് വലിക്കും. അവിടെ മീനുള്ളതാണ്. അടിച്ചാ വലിച്ചത് വീഡിയോ എടുക്കണി. അടിച്ചാ വലിച്ചത് വീഡിയോ എടുക്കണി. പോയാ അതിലാണ് അടിച്ചേ. അപ്പോൾ ഇനിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത ദിവസം കാസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ടോ. അന്ന് നമുക്ക് മീനടിച്ചായിരുന്നു. ഷാഡിലൊരു മീനടിച്ചായിരുന്നു കേട്ടോ. പിന്നെ 100 ഇതാണ് വേണ്ട. അപ്പോഴേ നമ്മളൊരു കൊല്ലി മേടിച്ചായിരുന്നു കേട്ടോ. വെറും 130 രൂപ കൊല്ലി കിട്ടുക. ഡീറ്റെയിൽസ് ഉണ്ടോ എനിക്ക് സ്ഥലം പറഞ്ഞുതരാം. നമ്പറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് കൊല്ലി കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് മീൻ അങ്ങോട്ട് കയറ്റി. ഫസ്റ്റ് മീൻട്ടാ കൊല്ലിയുടെ ഉദ്ഘാടനം. മീൻ അടിച്ച് പോയാനേട്ടാ. ഡ്രാഗിൽ സ്ഥലം ടൈറ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഒരു മീൻ നമുക്ക് അടിക്കണത് കുറേ നേരം കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ നമ്മളത് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു മീൻ മറിഞ്ഞതുപോലെ തോന്നിയിട്ടാണ് നമ്മൾ എറിഞ്ഞേണ്ടത്. പല സമയത്തും നമുക്കിങ്ങനെ മീൻ മറിയണ പോലെ തോന്നുമ്പോൾ നമ്മൾ എറിയാറുണ്ട്. പക്ഷെ നമുക്ക് അതിലടിക്കാറുണ്ട്. അത് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു അനക്കം പോലും നമ്മൾ ശ്രദ്ധിക്കും ചില സമയത്ത്. അപ്പം കറക്റ്റായിട്ട് മീനടിക്കും.
ആ മീനൊരു ഭാഗ്യം കെട്ട മീനായിരുന്നു. ഡ്രാഗ് ലൂസായിരുന്നിട്ട് പോലും അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അത്യാവശ്യം വലിപ്പമുള്ള മീനായിരുന്നു. കുറേ ഫൈറ്റ് ചെയ്ത പുള്ളി, പക്ഷെ എന്നാലും അത് പിടിക്കപ്പെട്ട് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് കയറി. രണ്ടാമതും ഡ്രാഗ് ഡൈറ്റ് ചെയ്യാൻ മറന്നിട്ടാ, എന്നാലും മീൻ കിട്ടിയപ്പോൾ യോഗമുണ്ട്. ഷാഡലാണ്ട് അടിച്ചേക്കണം ഒരു 700 ഗ്രാം ഉള്ളതുകൊണ്ട്. ഡ്രാഗ് ലൂസായിരുന്നു, എന്നാലും ആ മീൻ കിട്ടി. ഇപ്പം ഡ്രാഗ് ഡൈറ്റ് ചെയ്യാൻ മറന്നു. ഇന്നെന്താണ് ഭയങ്കര മറവി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ളത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.